അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടെ 2 കിലോ ബീഫ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഒരുപാട് നാള് ബീഫ് കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കാനും അതുപോലെ തന്നെ പുറത്തൊക്കെ പോണവർക്ക് കൊടുത്തു വിടാനും പറ്റിയ ഒരു റെസിപ്പിയാണെന്ന് കാണിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 2 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ സവാള ഒന്നും എടുക്കുന്നില്ല. ഇതിൽ ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നത്. ആദ്യം ഒരു മിക്സിയുടെ ജാർ എടുക്കുക. ഇതിലേക്ക് 20 ചെറിയ ഉള്ളി ചേർക്കാം. അതുപോലെ തന്നെ 20 വെളുത്തുള്ളി അല്ലികളാണ് എടുത്തിട്ടുള്ളത്. 20 എടുക്കുക. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇഞ്ചി ചതച്ചെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. 1 ഇഞ്ച് വലിപ്പത്തിലുള്ള 4 കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ കയ്യിൽ ഇങ്ങനെ പിടിച്ചു നോക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു കൈപിടി ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മുഴുവൻ കുരുമുളക് ചേർക്കാം. കുരുമുളകിന്റെ അതേ അളവിൽ തന്നെ 1.5 ടീസ്പൂൺ വലിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുരുമുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ പൊടി ചേർത്ത് കൊടുത്താലും മതി. 1 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും കുരുമുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ. ഇനി ഇതിലേക്ക് ഒരു 4 ഇലക്ക എടുത്തിട്ടുണ്ട്. ഇതിന്റെ തൊണ്ട് മാറ്റിയിട്ട് അതിന്റെ തരി മാത്രം ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇലക്കയുടെ തരി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഇപ്പൊ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അരച്ചെടുത്തത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. സാധാരണ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 3 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. അവരവരുടെ അളവിനനുസരിച്ചുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ അവരവരുടെ അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1.5 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. കുറച്ച് കറിവേപ്പില ഉണ്ടെങ്കിൽ കൈ വെച്ചിട്ട് ഇതുപോലെ മുറിച്ച് ഇട്ട് കൊടുക്കുക. ഇനി കൈ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി ഇത് മസാല പുരട്ടിയതിന് ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്തിട്ടും കുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഉടനെ അങ്ങ് കുക്ക് ചെയ്തെടുക്കുകയാണ്. ഇനി ഇത് കുക്കറിലേക്ക് മാറ്റാം. ബീഫിന്റെ കഷ്ണങ്ങൾ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചു കൊടുക്കുക. ഇതിലൊട്ടും തന്നെ വെള്ളം ഒഴിക്കാനേ പാടില്ല. ഈ ബീഫിൽ നിന്നും വെള്ളം ഇറങ്ങി വരും. അപ്പൊ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്കർ മൂടി വെച്ച് ഒന്ന് കുക്ക് ചെയ്ത് വേവിച്ചിട്ടെടുക്കാം. 5 വിസിൽ കേട്ടതിന് ശേഷം ആവിയെല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. അപ്പൊ ബീഫ് ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞു പോവരുത്. എന്നാൽ വെന്ത് കിട്ടിയേ വേണം. നമ്മൾ പിടിച്ചു നോക്കുന്ന സമയത്ത് വെന്തങ്ങ് കുഴഞ്ഞു പോവാത്ത രീതിയിൽ വെന്ത് വരണം. നമ്മൾ ബീഫ് എടുത്ത് പിടിച്ച് നോക്കുന്ന സമയത്ത് ഇതുപോലെ മുറിഞ്ഞു വരണം. ഒരുപാട് അങ്ങ് നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങ് മുറിഞ്ഞു പോകരുത്. ഇത് അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഒരു 80% വെന്ത് കിട്ടിയാൽ മതി. ഈ വെള്ളത്തിൽ കിടന്നതിനെ വീണ്ടും നമ്മൾ ബീഫ് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വെള്ളം മുഴുവനും വറ്റിച്ചെടുക്കുന്ന സമയത്ത് ബാക്കി ബീഫ് അങ്ങ് വെന്തോളും. നിങ്ങൾക്ക് കുക്കറിൽ വെച്ച് വേണമെങ്കിലും വെള്ളം വറ്റിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കടായിൽ വെച്ചിട്ട് നമുക്ക് ഇളക്കി കൊടുത്ത് വെള്ളം വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഒട്ടും വെള്ളം ഒഴിക്കാതെയാണ് ഇത്രയും വെള്ളം ബീഫിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ളത്. ഇനി അത്യാവശ്യം വലുപ്പമുള്ള ഒരു കടായി എടുക്കുക. ഇതിലേക്ക് ഈ ബീഫിന്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് നമ്മൾ ബീഫ് വേവിച്ചത് ഇട്ട് കൊടുത്ത് വെള്ളം മുഴുവനും വറ്റിച്ചെടുക്കണം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പം ബാക്കി വേവ് ഈ വെള്ളത്തിൽ കിടന്നതിനെ വെന്തോളും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഈ വെള്ളം മുഴുവൻ നല്ലോണം വറ്റി ഡ്രൈ ആവണം. അപ്പൊ ഈ ഒരു സമയം ഉപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ചേർത്ത ഉപ്പ് കറക്റ്റാണ്. പിന്നെ അധികം ഉപ്പൊന്നും ചേർക്കുന്നില്ല. ഒട്ടും വെള്ളത്തിന്റെ അംശം ഉണ്ടാവാൻ പാടില്ല. നല്ലോണം ഡ്രൈ ആവണം. ഇപ്പൊ ഒട്ടും വെള്ളമൊന്നുമില്ല. നല്ലോണം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഒട്ടും വെള്ളത്തിന്റെ അംശമില്ല. നല്ലോണം വറ്റിച്ചെടുക്കുക. ഈ ഒരു സമയം ബീഫൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്.
ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഒരു കടായി എടുക്കാം. ഇതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് 1 ടീസ്പൂൺ വലിയ ജീരകം ഇട്ടൊന്ന് മൂപ്പിക്കാം. ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ഇതിലേക്ക് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. നേരത്തെ എടുത്തതുപോലെ തന്നെ 4 ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്, 1 ഇഞ്ച് വലിപ്പത്തിലുള്ള. അപ്പം നമ്മൾ കയ്യിൽ പിടിച്ച് നോക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു ചെറിയ കൈപിടി നീളത്തിലാണ് അരിഞ്ഞെടുക്കേണ്ടത്. അതുപോലെ തന്നെ 20 അല്ലി വെളുത്തുള്ളി അല്ലികൾ നീളത്തിൽ അരിഞ്ഞതാണ് നമ്മൾ കയ്യിൽ പിടിച്ച് നോക്കുന്ന സമയത്ത് ഒരു കൈപിടി. ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം, ആ ഒരു പച്ചച്ചു ഒന്ന് മാറിക്കിട്ടണം. ഒരു 10-20 സെക്കൻഡ് കഴിയുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നേരത്തെ എടുത്തതുപോലെ തന്നെ 20 ചെറിയ ഉള്ളിയാണ്. നമ്മൾ കൈ പിടിച്ച് കൈയിൻ്റെ അളവിലാണെന്നുണ്ടെങ്കിൽ ഒരു 2 കൈപിടിയാണ് നീളത്തിൽ അരിഞ്ഞെടുത്തത് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. വാള ചേർക്കരുത്, എന്നാൽ പിന്നെ പെട്ടെന്ന് ഇല്ലാതായി പോവും. ചെറിയ ഉള്ളി തന്നെ ചേർക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ചധികം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെക്കുക. നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞു വരണം. അപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ നല്ലതുപോലെ അതാ മൊരിഞ്ഞ് ഒരു ഗോൾഡൻ നിറം ആയിട്ടുണ്ട്. ഇങ്ങനെ ആയാൽ മാത്രമേ കുറേ നാള് നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റുള്ളൂ. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. ഇതിലേക്ക് 2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ചതച്ച മുളകാണ്. ചതച്ച മുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 10 സെക്കൻഡ് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെള്ളമൊക്കെ വറ്റിച്ച് ഡ്രൈ ആക്കി എടുത്ത ബീഫിന്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയം ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ എണ്ണയിൽ ഇരുന്നതിനെ വരട്ടി എടുക്കണം. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ എണ്ണ ഒഴിക്കുന്നില്ല. ഇപ്പം നമ്മളിത് ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. കുറച്ച് എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കുക, എന്നാൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. 1 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട. നമ്മൾ ആദ്യം ഒരു 6 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇളക്കി നല്ലതുപോലെ എണ്ണയിൽ ഇങ്ങനെ വരണ്ട് വരണം. അപ്പോഴാണ് കുറേ നാൾ നമുക്ക് സൂക്ഷിച്ച് വെക്കാനും പുറത്തൊക്കെ പോകുന്നവർക്ക് കൊടുത്തു വിടാനൊക്കെ പറ്റുക. ഇതിൻ്റെ ചൂട് മാറിയിട്ട് വേണം ഇത് നമുക്ക് പുറത്ത് കൊടുത്തു വിടാനായിട്ട്. സിപ്ലോ കവറിലാക്കിയിട്ട് കൊടുത്തു വിടുക. നല്ലതുപോലെ ചൂട് മാറണം. ഒരു ദിവസം ഇങ്ങനെ ചെയ്തിട്ട് ഒരു ദിവസമെങ്കിലും ഇങ്ങനെ തന്നെ വെക്കുക, അതിൻ്റെ ചൂട് മാറാൻ വേണ്ടിയിട്ട്. ഒരു 10 മിനിറ്റെങ്കിലും ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വീണ്ടും ഒരു 10 മിനിറ്റ് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. 15 മിനിറ്റാണ് ഞാൻ ഇളക്കി കൊടുത്തത്. അപ്പോൾ നമ്മൾ ഇത്രയും ഇളക്കി കൊടുത്തത് കൊണ്ട് ഒരുപാട് നാൾ നമുക്ക് കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. ഇപ്പോൾ ഇത്രയും മതി. നല്ലോണം വരണ്ട് വന്നിട്ടുണ്ട്. കളറൊക്കെ മാറി നല്ല അടിപൊളിയായിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. ഉപ്പും എരിവും എല്ലാം കറക്റ്റ് പാകത്തിന് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് നല്ലതുപോലെ ഒരു ദിവസം ഇങ്ങനെ തന്നെ വെക്കാം. അതിൻ്റെ ചൂട് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള ജാറിലോ അല്ലാന്നുണ്ടെങ്കിൽ സിപ്ലോ കവറിലോ ആക്കിയിട്ട് വേണം നമ്മൾ കൊടുത്തു വിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഒരു പച്ചമുളക് ഇതുപോലെ മുറിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കെടുത്ത് മാറ്റാം. എന്നിട്ട് നല്ലതുപോലെ ഇതിൻ്റെ ചൂട് മാറണം. ചൂട് മാറിയിട്ട് സിപ്ലോ കവറിലേക്ക് മാറ്റാം. ഇതിൻ്റെ ചൂട് നല്ലതുപോലെ മാറിയിട്ടുണ്ട്. ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് സിപ്ലോ കവറിൽ മാറ്റാം. സിപ്ലോ കവറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പുറത്ത് പോകുന്നവർക്ക് കൊടുത്തു വിടാം, അല്ലാന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ സൂക്ഷിക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്